മലപ്പുറത്ത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ കൊണ്ടുപോയതിനുള്ള വാഹന വാടക മുടങ്ങിയെന്ന ആക്ഷേപം 9 മാസമായി പണം ലഭിക്കുന്നില്ലെന്ന് നിലമ്പൂർ അകമ്പാടത്തെ ഡ്രൈവേഴ്സ് പറയുന്നു. പണം ലഭിക്കാത്തതിനാൽ ഇന്ധനം അടിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. മനസാക്ഷിയുള്ളതുകൊണ്ടാണ് ഇപ്പോഴും രോഗികളുമായി ആശുപത്രിയിൽ പോകുന്നതെന്നും ഡ്രൈവേഴ്സ്. പരമാവധി ഞങ്ങൾ ഓലെ എന്ത് റിസ്ക് ഉണ്ടെങ്കിലും നമ്മൾ കൊണ്ടുവരലുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നത്. ഏത് രാത്രിയും പകരാണ് നമ്മൾ വിളിച്ചാൽ നമ്മൾ പോകും, പോകാതൊക്കൊന്നുമില്ല. അങ്ങനെയൊക്കെ പരമാവധി സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ബില്ല് മാറി കിട്ടില്ല. അപ്പോൾ ചുരുങ്ങിയത് ഒരു 9 മാസമായാലും ഉണ്ടാവും പൈസ കിട്ടിയിട്ട്. അപ്പം പൈസ ഇടയ്ക്ക് 2 മാസം കൂടുമ്പോൾ എപ്പോഴും കുറച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡീസൽ അടിക്കാനുള്ള പൈസ, പിന്നെ നമുക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല, വരുമാനങ്ങളൊന്നുമില്ല. ഈ ജീപ്പ് ഓടിച്ചിട്ട് വേണം ജീവിക്കാം. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പരമാവധി നമ്മളെ ബില്ലൊക്കെ മാറി കിട്ടണേ നമ്മൾ ഒന്നുകൂടി ആദിവാസിക്ക് വേണ്ടി ഒന്നുകൂടി നമ്മൾ പരമാവധി നമ്മളെ ജീവൻ കളഞ്ഞെങ്കിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കും. പൈസ ബുദ്ധിമുട്ടാണ്, സാമ്പത്തികപരമായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസ്. ഗൂഗിൾക്ക് വേണുഗോപാൽ പറയുന്നു. ഗൂഗിൾ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് വിവരങ്ങൾ? SKN ഈ നിലമ്പൂർ ഭാഗത്തുള്ള ആദിവാസി ഉന്നതികളിൽപ്പെട്ട ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുരിതം തികഞ്ഞ ജീവിതമാണ്. അവർക്ക് ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തണമെങ്കിൽ അവരുടെ ഉന്നതികളിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ട ആവശ്യമുണ്ട്. പന്തീരായിരം മുൻവരത്തിലെ അമ്പുമല, വെറ്റിലക്കൊല്ലി, പാലക്കയം തുടങ്ങിയ കോളനികളിൽ നിന്ന്, ഈ ഊരുകളിൽ നിന്ന് ആശുപത്രിയിൽ എത്തണമെങ്കിൽ 25 കിലോമീറ്ററോളം സഞ്ചരിക്കണം. ഈ 4 ചക്ര വാഹനങ്ങൾ, ജീപ്പ് പോലെയുള്ള വാഹനങ്ങൾ മാത്രമേ ആ ഭാഗത്തേക്ക് പോകാനും സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ ഈ ആളുകളെ ആശുപത്രിയിൽ കൊണ്ടുപോയ വാടകയാണ് 10 മാസത്തോളമായിട്ട് മുടങ്ങിക്കിടക്കുന്നുവെന്ന് ഡ്രൈവേഴ്സ് പറയുന്നത്. 1-2 മാസം കൂടുമ്പോഴെങ്കിലും ഈ പണം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഡ്രൈവേഴ്സിന്റെ ആവശ്യം. DMO മുഖാന്തരം നൽകി വരുന്ന, അതായത് ട്രൈബൽ ഡയറക്ടർ DMO മുഖാന്തരം നൽകി വരുന്ന പണമാണ് ഈ മുടങ്ങിയിട്ടുള്ളത്. ജില്ലാ ആശുപത്രിയിലേക്കും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിലേക്ക് റെഫർ ചെയ്യുന്ന കേസുകളെയൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഈ പണമാണ് മുടങ്ങിയിട്ടുള്ളത്. അത് നൽകണമെന്നാണ് ആവശ്യം. പലപ്പോഴും ഡീസൽ അടിക്കാൻ പോലുമുള്ള പണം ഉണ്ടാവുന്നില്ല എന്നാണ് അവർ പറയുന്ന പരാതി. ഇതിനോടനുബന്ധിച്ച് തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, ഈ ഭാഗത്തേക്കുള്ള ആദിവാസി ഊരുകളിലെ ജനങ്ങൾ, അവർക്ക് പലപ്പോഴും വാഹനങ്ങൾ കിട്ടാത്തൊരു പ്രശ്നങ്ങളുണ്ട്. അതായത് ജീപ്പ് പോലുള്ള വാഹനങ്ങൾ മാത്രമേ അങ്ങോട്ടേക്ക് പോകൂ, ബസ് സർവീസുകളില്ല. ഈ അകമ്പാടം എന്ന് പറയുന്ന ടൗണിലേക്ക് ഈ പറയുന്ന ഊരുകളിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്ററോളം ദൂരമുണ്ട്. വൈകുന്നേരം കഴിഞ്ഞാൽ പലപ്പോഴും ജീപ്പ് പോലും കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള ദുരിതക്കയത്തിൽ ഈ ആദിവാസി ഉന്നതികളിലെ ജനങ്ങൾ കഴിയുന്നു. അവരെ സഹായിക്കുന്ന ഈ ജീപ്പ് ഡ്രൈവേഴ്സിനെ പോലുള്ള ആളുകൾക്ക് സർക്കാർ ഈ കുടിശ്ശിക കൊടുക്കാത്തൊരു സാഹചര്യമുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരം ഉണ്ടാവൂ എന്നാണ് അവരുമായി ബന്ധപ്പെടുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഒരു 3 വയസ്സുകാരി കുട്ടി ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് മരിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് മരിക്കുന്നതിന് തലേ ദിവസം തന്നെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി ആയതിനാൽ ഈ പറയുന്ന ആദിവാസി ഉന്നതികളിലെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് വാഹനം കിട്ടാത്തൊരു സാഹചര്യം, പിറ്റേ ദിവസം രാവിലെ വരെ കാത്തിരിക്കേണ്ടി വന്നു. പിന്നീട് ജീപ്പ് വിളിച്ച് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും കുട്ടി മരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അടിയന്തരമായി അധികൃതർ ശ്രദ്ധിക്കണമെന്നാണ് ആ പ്രദേശത്ത് നിന്ന് ഉയർന്നു വരുന്ന ആവശ്യം. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കുടിശ്ശികളൊക്കെ തീർത്തു കഴിഞ്ഞാൽ കൂടുതലായി ഈ ജനങ്ങളുടെ, ഈ ആദിവാസി മേഖലകളിൽ കിടക്കുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് ഇടപെടാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് കൂടി ഈ പറയുന്ന ഡ്രൈവേഴ്സ് അഭിപ്രായപ്പെടുന്നുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.